ഹായ്, ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടൊരു ഉച്ചയൂണ് നോക്കാം. അപ്പം ഞാൻ ആദ്യമേ മത്തേയില മത്തേയില കഴുകി ഞാൻ തോർത്താൻ വെച്ചിരുന്നു. പിന്നെ നമുക്ക് ഡാല് കറിയും കോവയ്ക്ക മെഴുക്കുരട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡാല് കറിക്ക് വേണ്ട ഡാല് വെള്ളത്തിലിട്ട് അതിനകത്ത് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെക്കുക. അതിനുശേഷം അതിനകത്ത് ഇച്ചിരി കുറച്ച് മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതിനുശേഷം ഒരു പിഞ്ച് ഓഫ് ജീരകപ്പൊടി ഇവയിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒഴിച്ച് നമുക്ക് കുക്കറിലേക്ക് വെക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിരിക്കണം. കാരണം അതിന് പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിനകത്തൊരു സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അതിന് നല്ല ടേസ്റ്റാണ്. ഈ നെയ്യും കൂടെ ആഡ് ചെയ്ത് പുഴുങ്ങുമ്പോഴത്തേക്കിന് ടേസ്റ്റ് നന്നായിട്ടുണ്ട്. പിന്നെ തക്കാളി ഉള്ളത് തക്കാളിയും ഇടാം കേട്ടോ. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് തക്കാളി ഇട്ടില്ല. പിന്നെ മത്തേയില കുനുകുനാന്ന് മത്തേയില അരിഞ്ഞങ്ങോട്ട് വെക്കുക. നല്ല കുനുകുനാന്നറിയണം. എന്നിട്ട് അതിനകത്തിൽ വേണ്ട അരപ്പ് റെഡിയാക്കാൻ വേണ്ടി തേങ്ങായും പിന്നെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് മുളക് പൊടിയും ചേർത്ത് അരയ്ക്കുക. എന്നിട്ട് ഞാൻ ആ മത്തേയിലയും ഈ അരപ്പും കൂടി ചേർത്ത് ഞാനൊന്ന് ഇളക്കി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാനൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റൈൽ. ഇതിങ്ങനെയാണ് ഇളക്കി നന്നായിട്ട് അങ്ങനെ ഒരു 5-10 മിനിറ്റ് നേരം ഞാൻ അങ്ങനെ വെക്കും. വെച്ചതിന് ശേഷം നമുക്ക് ഇനി കടുവറ ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കടുക് വറയ്ക്കാൻ വേണ്ടി പാൻ വെച്ച് നമുക്ക് കടുക് ഇട്ട് അത് കടുവറയായിട്ടുണ്ട്. അതിനകത്തിൽ മുളക് ഇട്ട് അത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ആ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇലയും അതും കൂടി ചേർത്ത് കുറച്ച് നേരം വേവിക്കാൻ വെക്കുക. ഒരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതിയാവും. അതിനുശേഷം ഞാൻ അപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു 4 വിസിൽ അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ അത് ഡാല് റെഡി ആയിട്ടുണ്ട്. ആ ഡാല് അപ്പോൾ അപ്പോഴത്തേനും ആ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഇല നോക്കിയപ്പോൾ ഓക്കെ, അത് മത്തേയില തോരന് എല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് തോർത്തിയെടുത്ത് അത് അപ്പോൾ അന്നേരം അതൊരു ഇതായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഡാലിനുള്ള ഇത് വറക്കാം, കടുക് വറക്കാം. അപ്പോൾ അതിനുള്ള പാൻ വെച്ചിട്ട് അതിനകത്ത് കടുകിട്ട് അതിന് ശേഷം ഞാൻ ഈ കൈ വരയ്ക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട്, അതുകൊണ്ടാണ് കൈ വരയ്ക്കുന്നത്. മീൻസ് ആ വീഡിയോയ്ക്കകത്ത് അത് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം അതിനകത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതിനകത്ത് വേണ്ടവർ ഇതും കൂടി ഇടാം കേട്ടോ. കൊച്ചുള്ളി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് കടുക് വറക്കാനുണ്ട്, ഞാൻ ഇട്ടില്ല. ഓക്കെ, അതിന് ശേഷം ഞാനത് കടുക് വറുത്തു. അതിനകത്ത് പിന്നെ ഞാൻ കുറച്ച് നേരം ഇട്ടിട്ട് ഞാൻ ഈ ഒരു ശകലം ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ചേർക്കും. അപ്പം അത് ചേർത്തിട്ട് നന്നായിട്ട് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ. അപ്പം ഉപ്പ് പോരായ്ക വരുവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് സ്ഥിരം, നമ്മുടെ സ്കൂളുകളിലൊക്കെ സ്ഥിരം കിട്ടാറില്ലേ കോവയ്ക്ക മെഴുക്കുവരട്ടി. ഒക്കെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇതുപോലെ പാനകത്ത് ഞാൻ കുറച്ച് വാട്ടിയതിന് ശേഷമാണ് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയത്. അതിന് ശേഷം എല്ലാം റെഡിയായി. ഉച്ചയൂണാണ്. ഒരു പപ്പടവും കാച്ചി, അച്ചാറും ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്.